താൻ കൊല്ലാൻ തുനിഞ്ഞ ആ പെൺകുട്ടി ആകാശത്തേക്കുയർന്ന് പരാശക്തിയായി മാറിയത് കണ്ട് കംസൻ ആശ്ചര്യപ്പെട്ടു. കംസനോട് ആ പരാശക്തിയായ മഹാമായ പറഞ്ഞു, നിന്റെ ഘാതകി ഞാനല്ല, നിന്നെ കൊല്ലാനുള്ളവൻ ജനിച്ചിട്ടുണ്ട്, അവൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ പോയി കണ്ടുപിടിക്കൂ. ഇങ്ങനെ കംസനോടിങ്ങനെ സംശയം കൂടാതെ ശംസിച്ചു നിന്നൊരു ദേവിയപ്പോൾ മാലോകർ കേളുന്നോരാലംബമായിട്ടു ഭൂലോകം തന്നിലെഴുന്നള്ളിനാൾ. ഇങ്ങനെ കംസനെ ഉപദേശിച്ച അല്ലെങ്കിൽ കംസനോട് ഇത്തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ദേവി പിന്നീട് ഭൂമിയിൽ എല്ലാ ഭക്തർക്കും ആശ്വാസം അരുളുന്ന ദേവിയായി കുടികൊണ്ടു. സ്ഥാനങ്ങൾ ഓരോന്നേ മാനിച്ചു നൽകിനാർ മാനവരെല്ലാരും ദേവിക്കപ്പോൾ. ആരണർ ചെയ്യുന്ന പൂജയെ കൊണ്ടുകൊണ്ടാദരവോടു തെളിഞ്ഞു മേന്മേൽ. ഇങ്ങനെ ഭൂമിയിലെ ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകാൻ ഓരോരോ സ്ഥാനങ്ങൾ, മാനവർ തന്നെ ഓരോരോ സ്ഥാനങ്ങൾ ദേവിക്ക് മാനിച്ചു കൊടുത്തു. പിന്നീട് ആരണർ, ബ്രാഹ്മണർ ചെയ്യുന്ന പൂജയെ കൊണ്ട് ദേവിയുടെ ചൈതന്യം മേൽക്കുമേൽ കൂടി വന്നു. ഭൂലോകം തന്നിൽ വീളങ്ങി നിന്നിടിനാൾ മൂലോക നായികയായ ദേവി. അഞ്ചിതമായുള്ള ദേവി തൻ ചൊല്ലെല്ലാം നെഞ്ചകം പൂകിന കഞ്ചനപ്പോൾ. ഇങ്ങനെ ദേവി അവിടെ നിന്ന് അപ്രത്യക്ഷയായിട്ട് ഭൂലോകം തന്നിൽ വിളങ്ങി നിന്നിടുന്ന മൂലോക നായികയായ ദേവി, അഞ്ചിതമായ പൂജിതയായ ആ ദേവിയുടെ ചൊല്ലെല്ലാം ആ കംസന്റെ ഹൃദയത്തിൽ തറച്ചു എന്ന് വെച്ചാൽ അത്രയും ആഴത്തിൽ പതിഞ്ഞു. അതിനുശേഷം വിശ്വസിച്ചിടിനാൻ, വിസ്മയിച്ചിടിനാൻ, നിശ്വസിച്ചിടിനാൻ നീളെ മീളെ. കെട്ടുപെട്ടിടുന്ന ദമ്പതിമാരെയും പെട്ടെന്നു ചെന്നങ്ങഴിച്ചു. പിന്നെ ഓർച്ചയും പൂണ്ടു പറഞ്ഞു നിന്നിടിനാൻ ചാർച്ചയും ചേർച്ചയും വേഴ്ചയുമായി. ദേവി പറഞ്ഞതൊക്കെ കംസൻ വിശ്വസിച്ചു, അതേപോലെ വിസ്മയിച്ചു. എന്നിട്ടൊരു ദീർഘനിശ്വാസം പൊഴിച്ചിട്ട്, കാരണം വെറുതെ 6 കുഞ്ഞുങ്ങളെ താൻ കൊന്നുവല്ലോ എന്നതായിരുന്നു ദുഃഖം. അങ്ങനെ കെട്ടുപെട്ടിയിടുന്ന, താൻ കെട്ടിയിട്ട അല്ലെങ്കിൽ ജയിലിലടച്ച ദമ്പതിമാരെ, ദേവകിയെയും വസുദേവരെയും പെട്ടെന്ന് ചെന്ന് അഴിച്ചു. അവരുടെ ആ കൈവിലങ്ങ് അഴിച്ചിട്ട് എന്തോ ഓർച്ചയും പൂണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിന്നിടിനാർ. ഇവിടെ ചാർച്ച എന്നാൽ രക്തബന്ധം, ചേർച്ച എന്നാൽ ആ രക്തബന്ധത്തിലെ ആളുകൾ വിവാഹം കഴിച്ച് നമുക്ക് പുതിയതായി ഉണ്ടാകുന്ന സംബന്ധം. അവരോടും ഉള്ള വേഴ്ചയുമായെന്നാൽ അവരോട് സ്നേഹത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ കൊന്നുപോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധമാണ് ഇപ്പോൾ കംസൻ പ്രകടിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സൂനുവായുള്ളവനല്ല പോൽ എന്നുടെ ഘാതകൻ അന്യനത്രേ. 8ാമതുണ്ടായ ബാലകനെന്നതോ പട്ടാങ്ങൽ എന്നതും വന്നുകൂടി. ഇവിടെ കംസനും വളരെ അതിശയത്തോടുകൂടെ പറയുകയാണ്, നിങ്ങളുടെ മകനല്ലത്രേ എൻ്റെ ഘാതകൻ. മാത്രമല്ല, എനിക്ക് അതിശയം ഇതാണ്, 8ാമത്തെ പുത്രൻ എന്നല്ലേ ഞാൻ കേട്ടത്. പക്ഷെ ആ പട്ടാങ് എന്നാൽ സത്യവാക്ക്, അത് അശരീരി ഈശ്വരൻ്റെ വാക്കാണ്. ഈശ്വരവാണി അങ്ങനെ സത്യമല്ലാതായി തീരുമോ?
അതാണ് ഈശ്വര വാക്കിനു സത്യതയില്ലെന്നത് ആശ്ചര്യമാകുന്നതോർത്തതോറും ഓരാതെ വന്നിട്ടു ഘോരനായുള്ള ഞാൻ 6 കീടാങ്ങളെ കൊന്നേനല്ലോ. എന്നുടെ വൻപിഴ എല്ലാമേ നിങ്ങളിന്നൊന്നിച്ചു കണ്ടു പോറുക്കേണമേ. ഇവിടെ കംസന്റെ മറ്റൊരു മുഖമാണ് കാണുന്നത്. താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലായപ്പോൾ മാപ്പ് പറയാനും മടിക്കുന്നില്ല. എന്നാലും കംസന്റെ ആശ്ചര്യം ഇതാണ്, ഈശ്വരവാക്കിനും സത്യമില്ലാതായോ? അതാണ്, അത് ആശ്ചര്യമാകുന്നു. എന്നിട്ടും ഞാൻ ഓർക്കാതെ, അതായത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? 8ാമത്തെ പുത്രനെ മാത്രമേ ഞാൻ കൊല്ലേണ്ടതുണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ എനിക്ക് അതുവരെ കാത്തിരിക്കാമായിരുന്നു. പക്ഷേ ഒന്നും ഓർക്കാതെ ഘോരനായ ഈ ഞാൻ 6 കുഞ്ഞുങ്ങളെ കൊന്നുവല്ലോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് അവരെ ആ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചൊന്നുടൻ തന്നോടെ മന്ദിരം തന്നിലും പൂകിനാൻ ഖിന്നനായി. പിറ്റേനാൾ നേരെ തന്നുറ്റോരെ എല്ലാമേ തെറ്റെന്നു ചാരത്തു കൊണ്ടു. പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നതിൽ വിഷമമുണ്ടെങ്കിലും ദേവി തന്നോട് സൂചിപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പരിഭ്രമവും ഉണ്ട്. അതുകൊണ്ട് ഈ കംസന്റെ സഹായികളൊക്കെ അസുരന്മാരാണ്. അങ്ങനെയുള്ള ആ അസുരന്മാരെ തൻ്റെ ഉറ്റോരെയെല്ലാമേ തെറ്റെന്ന് ചാരത്തു കൊണ്ടു. എന്നാൽ അവരെയൊക്കെ തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഉന്നിച്ചു കണ്ടു പറഞ്ഞു നിന്നിടിനാൻ കന്യക തന്നോടു ചൊന്നതെല്ലാം. കേട്ടു നിന്നിടുന്ന ദാനവരന്നപ്പോൾ വാട്ടമാകുന്നൊരു വാർത്ത ചൊന്നാർ. ഇങ്ങനെ തൻ്റെ സഹായികളും ബന്ധുക്കളുമായിട്ടുള്ള ചില ദാനവന്മാർ, അതായത് ചില ദാനവന്മാർ കംസന്റെ ബന്ധുക്കളായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ദേവന്മാർ യാദവന്മാരായും കംസനെ പോലുള്ളവരൊക്കെ അസുര ജന്മങ്ങളാണ്, അസുരവംശത്തിൽ ജനിച്ചവരാണ്. പക്ഷേ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അവർ കാഴ്ചയിൽ. എന്നാൽ അവർക്ക് ആ ആസുരിക ഭാവത്തെ എടുക്കാൻ സാധിക്കും. ഇങ്ങനെ തൻ്റെ അടുത്തു വന്ന അവരോടൊക്കെ കന്യക, അതായത് ദേവി തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ബാലകനായുണ്ടു നിൻകാലനായുള്ളവൻ ഭൂലോകം തന്നിലിന്നെങ്കിൽ ഞങ്ങൾ ഒക്കവേ ചാലപ്പൂറപ്പെട്ടു ചെന്നോരോ ദിക്കുകളെങ്ങും നടന്നു. പിന്നെ നിന്റെ കാലനായിട്ടുള്ള ആ കുഞ്ഞ് ജനിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് ഉറപ്പാണല്ലോ. എങ്കിൽ ഈ അടുത്ത പ്രദേശങ്ങളിൽ, നമ്മുടെ ഈ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് പിറന്ന എല്ലാ കുഞ്ഞുങ്ങളെയും തേടി ഞങ്ങൾ പുറപ്പെടുകയാണ്. കണ്ടിടുന്ന ബാലകന്മാരെയോ കണ്ഠം പീരിച്ചു കഴിക്കാം ചെമ്മേ. ബാലകന്മാരെന്ന വാർത്തകളെന്നിയേ ഭൂലോകം തന്നിലില്ലാതെ വണ്ണം. കാണുന്ന ചെറിയ കുഞ്ഞുങ്ങളെ മുഴുവൻ, അതായത് ബാലകന്മാരെ മുഴുവൻ ഞങ്ങൾ അവരുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതാണ്. പിന്നീട് ഈ ലോകത്തിൽ ബാലകന്മാരേ ഇല്ല എന്ന വാർത്ത കേൾക്കും വണ്ണം, എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ പോലും വിടാതെ ഞങ്ങൾ കൊല്ലുന്നതാണ്. കൊന്നിടുന്ന ബാലരെ എണ്ണുമ്പോൾ ഒന്നിവൻ എന്നതും വന്നു കൂടും. പിന്നെ നമുക്കൊരു വൈരിയും കൂടാതെ നന്നായി വന്നിടും കാലം മേലിൽ. ഇപ്പോൾ ആ കുഞ്ഞ് ആരെന്നറിയില്ല. പക്ഷേ നമ്മളിങ്ങനെ എല്ലാ ബാലകന്മാരെയും കൊല്ലുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഈ കുഞ്ഞും പെടും.
അങ്ങനെ നമ്മുടെ ശത്രുവിനെ എന്നേക്കുമായി ഇല്ലാതാക്കി നമുക്ക് വളരെ സുഖമായിട്ട് ഭാവിയിൽ ജീവിക്കാം. ദേവകളാകുന്ന വൈരികളെന്നിയെ കേവലമില്ല മറ്റെന്നു വന്നു. ദേവകളെന്നുള്ളതില്ലാതെയാക്കുവാൻ ആവതല്ലെങ്കിലും വേണമത്രേ. ദേവകളാണ് ഈ യാദവന്മാരായി ജനിച്ചത് എന്ന് അവർക്കും അറിയാം. അവർ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. അവരെ ഇല്ലാതാക്കാൻ ആവതല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ വഴി നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ദേവകൾക്കുള്ളൊരു വേർപറിച്ചിടുന്ന ദേവമെന്നിങ്ങനെ ചൊല്ലാമെങ്കിൽ, വേരായി നിന്നതീ ദേവകളെല്ലാവർക്കും വീരനായി പോരുമിന്നാരായണൻ. ഈ ദേവന്മാർക്കൊക്കെ ഇങ്ങനെ സഹായം ചെയ്തു കൊടുത്ത് അവരുടെ ബലമായിട്ട് നിൽക്കുന്നത് സാക്ഷാൽ നാരായണനാണ്. നാരായണൻ തൻ്റെ വേരായി പോരുന്ന ധാരണരെല്ലാരും വേദങ്ങളും സത്യവും ധർമ്മവും യജ്ഞവും ഗോക്കളും ഇത്തരം പിന്നെയുമുണ്ടു മറ്റും. നാരായണൻ യജ്ഞപുരുഷനാണ്. യജ്ഞം കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്. അപ്പോൾ യജ്ഞം കൊണ്ട് മാത്രമേ ഭഗവാന് നിലനിൽപ്പുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആ യജ്ഞം മുടക്കിയാൽ പിന്നെ നാരായണന് ശക്തിയില്ലാതാകും. ഇതാണ് അവരുടെ കണക്കുകൂട്ടൽ. അപ്പോൾ സത്യവും ധർമ്മവും യജ്ഞവും ഗോക്കളും ഇവയൊക്കെയാണ് യജ്ഞത്തിന് പ്രധാനമായി വേണ്ടത്. ആരണരല്ലോ കാൺ വേദങ്ങൾക്കെല്ലാം ഇന്നാധാരമായിട്ടു നിന്നതെന്നാൽ, ആരണരായോരെ കൊന്നു നിന്നിടുമ്പോൾ വേരോടെ പോമല്ലോ വേദങ്ങളും. വേദങ്ങളിലെ കർമ്മകാണ്ഡം അനുസരിച്ചാണ് ഭഗവാന് പൂജ ചെയ്യുന്നത്. ഈ വേദം പഠിച്ച് ഇത് ചെയ്യുന്നത് ആരണരാണ്, ബ്രാഹ്മണരാണ്. അപ്പോൾ ഈ ബ്രാഹ്മണരെ കൊന്നാൽ പിന്നെ വേദത്തിന് നിലനിൽപ്പില്ല. വേദത്തിന് നിലനിൽപ്പില്ലെങ്കിൽ യജ്ഞമില്ല. യജ്ഞമില്ലെങ്കിൽ നാരായണനില്ല. നാരായണനില്ലാതായാൽ നാരായണന്റെ ബലം കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ എല്ലാറ്റിനും നാരായണനെ ആശ്രയിക്കുന്ന ദേവകളും അവരുടെ ശക്തിയും ഇല്ലാതാകും. ആജ്യത്തെ കൊണ്ടല്ലോ യജ്ഞങ്ങൾ ചെയ്യുന്നു, രാജ്യത്തിൻ കാരണം ഗോക്കളല്ലോ. ഗോക്കളെ എല്ലാമേ കൊന്നു നിന്നിടുമ്പോൾ പോയിക്കേടും ഓരോരോ യജ്ഞങ്ങളും. ഇനി യജ്ഞം ചെയ്യാൻ ആവശ്യമായ ആജ്യം, ഈ നെയ്യ് തുടങ്ങിയവ ലഭിക്കുന്നത് ഗോക്കളിൽ നിന്നാണ്. അപ്പോൾ ഗോക്കളെല്ലാം കൊന്നാലോ? അപ്പോൾ ആജ്യമില്ല. ആജ്യമില്ലെങ്കിൽ യജ്ഞമില്ല. ഇങ്ങനെയൊക്കെയാണ് അവരുടെ കണക്കുകൂട്ടൽ. ആരാനുമുണ്ടോ തപസ്സിനെ ചെയ്യുന്നു, പാരാതെ ചെന്നു ചേറുപ്പുവെങ്കിൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ വിഷ്ണുവെന്നുള്ളതും മങ്ങി മയങ്ങി മറഞ്ഞു മാറും. ഇനി ആജ്യങ്ങളൊന്നുമില്ല, യജ്ഞം ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നെയുള്ളത് തപസ്സാണ്. അങ്ങനെ തപസ് ചെയ്യുന്നവരെ മുഴുവൻ പോയി പേടിപ്പിക്കാം. അങ്ങനെ പേടിപ്പിച്ച് അവർക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ തപസ്സും നിൽക്കും. അങ്ങനെ ചെയ്യുമ്പോൾ വിഷ്ണു എന്നുള്ള ആ നാമധേയം, ആ ശക്തി മങ്ങി മയങ്ങി മറഞ്ഞു പോകും എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ദേവകളും പോയി വരണ്ടു പോമെന്നുമ്പോൾ വേരോടു വേറായ ശാഖി പോലെ, ഇങ്ങനെ ചെയ്യുമ്പോൾ മേലിലെ കാലമോ മംഗലമായിട്ടേ വന്നുകൂടൂ.
മാഗധൻ മുൻപായ ബന്ധുക്കൾ ചുഴറ്റു മാന്യരായി നിന്നു സൂഖിക്കാം പിന്നെ. നാരായണന്റെ ശക്തി പോയി മറയുമ്പോൾ ദേവകളും പോയി വരണ്ടു പോകും. കാരണം നാരായണൻ എന്ന വേരിനെ ആശ്രയിച്ചാണ് ഈ ദേവകളാകുന്ന ശിഖരങ്ങൾ വർത്തിക്കുന്നത്. അപ്പോൾ വേരോട് വേറായ, വേരിൽ നിന്ന് വേറിട്ട ശാഖി പോലെ, മരങ്ങൾ പോലെ ഈ ദേവകളും ഇല്ലാതായിക്കോളും. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഭാവിയിൽ പേടിക്കാൻ ഒന്നുമില്ല, എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. മാത്രമല്ല, മാഗധൻ എന്നാൽ ജരാസന്ധൻ, കംസന്റെ ഭാര്യമാരുടെ അച്ഛനാണ്. അങ്ങനെ മാഗധൻ മുമ്പായ ബന്ധുക്കൾ ചുഴറ്റ് മാന്യരായി നിന്ന് നമുക്ക് സുഖിക്കാം. ഇതാണ് അവർ കംസനെ ഉപദേശിച്ചത്. ഇങ്ങനെ ചൊന്നതു കേട്ടൊരു കംസൻ താൻ അങ്ങനെ എന്നു തെളിഞ്ഞു ചൊല്ലി, പൂതന മുമ്പായ ദാനവയുധത്തെ ഭൂതലമെങ്ങും നടന്നു നിങ്ങൾ, ബാലകന്മാരുടെ ഹിംസയെ ചെയ്യെന്ന് ചാലെ നിയോഗിച്ചകത്തു പൂക്കാൻ. ഇങ്ങനെ ഇവരാൽ ഉപദേശിക്കപ്പെട്ട കംസൻ എങ്കിൽ അങ്ങനെ തന്നെ എന്ന് തീരുമാനിച്ച് പൂതന തുടങ്ങിയ തൻ്റെ സുഹൃത്തുക്കളായ ദാനവയൂഥത്തെ ഭൂമിയിലെങ്ങും ഈ രാജ്യത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പോയി കൊല്ലുക എന്ന് ആജ്ഞ കൊടുത്തു. പിന്നീട് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. സ്നാനം തുടങ്ങിന വേലയുമാചരിച്ചൂണും കഴിഞ്ഞു തെളിഞ്ഞു പിന്നെ, വന്ദികൾ വാഴ്ത്തുന്ന വാർത്തയും കേട്ടോരോ സുന്ദരമായുള്ള ഗീതങ്ങളും, നർത്തകന്മാരുടെ നൃത്തവും കണ്ടു കണ്ടുത്തമമായുള്ള മന്ദിരത്തിൽ, ബന്ധുക്കളായുള്ള മന്നോരുമായിട്ടു സന്തുഷ്ടനായി വിളങ്ങി നിന്നാൻ. അങ്ങനെ ആദ്യം ഈ കുഞ്ഞിനെ കൊല്ലാൻ നിയോഗിക്കുന്നത് പൂതനയെ ആണ്. പൂതനയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് കംസൻ തൻ്റെ കൊട്ടാരത്തിൽ പോയി നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഊണ് കഴിച്ച് അവിടെയുള്ള വന്ദികൾ തന്നെ സ്തുതിക്കുന്നത് കേട്ട് ആസ്വദിച്ച്, പാട്ട് കേട്ട് നൃത്തം കണ്ട് ആസ്വദിച്ച് അങ്ങനെ സുഖമായിട്ട് കംസൻ ആ കൊട്ടാരത്തിൽ കഴിഞ്ഞു. ഇനി പറയുന്നത് ഇവിടെ ഗോകുലത്തിലെ അവരുടെ ജീവിതവും അവിടുത്തെ കാഴ്ചകളുമാണ്. ഈ ഗോകുലം എന്നത് മധുര രാജ്യത്തെ, ആ രാജ്യത്തെ ഒരു ചെറിയ ഗ്രാമമാണ്. ആ രാജ്യത്ത് ഈ നഗരിയിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് അകലെ മാറിയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ ഗോകുലം. അവിടെ വസിക്കുന്നവരൊക്കെ ഗോപാലന്മാരായതുകൊണ്ട് അവരെ ആ വ്രജവാസികൾ എന്ന് പറയും. ഈ ആട്ടിടയന്മാർ എന്ന രീതിയിലാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്. അവിടുത്തെ ഗ്രാമമുഖ്യനാണ് നന്ദഗോപർ. ഇനി അതിനെക്കുറിച്ച് പറയുന്നു. ഇവിടെ ദേവന്മാരൊക്കെ യാദവന്മാരും ആയിട്ട് ജനിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ചു പേരൊക്കെ ഗോപന്മാരുമായും ജനിച്ചിട്ടുണ്ട്. നാഗികൾ നേരത്തെ ഗോപന്മാരെല്ലാവർക്കും നാഥനായി നന്നായി നിന്ന നന്ദൻ, സന്തതിയില്ലാഞ്ഞു സന്തതം വെന്തു വെന്തന്തര ചിന്തയും പൂണ്ട കാലം. ഇവിടെ യശോദ ഗർഭിണിയാകുന്നതിന് മുൻപുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. ഒരുപാട് കാലമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച നന്ദഗോപർ അങ്ങനെ അദ്ഭുത കാന്തി കലർന്നൊരു ജായയ്ക്കു ഗർഭവുമുണ്ടായി വന്നു കൂടി എന്നതു കണ്ടിട്ടു നിന്നൊരു നന്ദൻ താൻ വന്നെഴുന്നിടുന്ന മോദത്താലേ. ഇങ്ങനെ കുറേ നാൾ കാത്തിരുന്നാണ് തൻ്റെ സുന്ദരിയായ ജായയ്ക്ക് ഗർഭമുണ്ടായി എന്ന വിശേഷം നന്ദഗോപർ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ ഈ പ്രാസ്നികന്മാരോട്, ജ്യോത്സ്യന്മാരോട് ചോദിച്ചു ആരായിരിക്കും, അതായത് കുഞ്ഞ് ആരായിരിക്കും എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ പ്രാശ്നികന്മാരോടു ചോദിച്ച നേരത്തു പ്രാശ്നികന്മാരിലൊരുത്തൻ ചൊന്നാൻ, ഇന്നിവൾ തന്നോടെ ഗർഭത്തിൽ നിന്നതോ കന്യക എന്നതു നിർണയിച്ചു. ഒരു ജ്യോത്സ്യൻ പറഞ്ഞു, ഈ യശോദ പ്രസവിക്കുന്നത് പെൺകുഞ്ഞായിരിക്കും. അതേസമയം അന്യനായുള്ളവൻ ചൊല്ലി നിന്നിടിനാൻ, കന്യക എന്നവൻ ചൊന്ന നേരം തേമ്പാത കാന്തി കലർന്നു നിന്നിടുന്നോരാൺ പൈതൽ ഉണ്ടാമീ പേറ്റിലിപ്പോൾ. കാണുന്ന നേരത്തു കന്യകയല്ലെന്നും ആണെന്നുമുള്ളതു നിർണയിച്ചു. എന്നാൽ മറ്റൊരു ജ്യോത്സ്യൻ പറഞ്ഞത്, തേമ്പാത കാന്തി എന്നാൽ കുറയാത്ത കാന്തി, കലർന്ന് നിന്നിടുന്ന അത്രയും കാന്തി പൂണ്ട ഒരു ആൺകുഞ്ഞാണ് യശോദയ്ക്ക് ഉണ്ടാവുക. കാരണം ഇത് കാണുന്ന നേരത്ത് കന്യകയല്ല, ആൺകുട്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം പെൺകുഞ്ഞാണെന്ന് പറഞ്ഞയാൾ പറഞ്ഞു, അന്യനായുള്ളവൻ ചൊല്ലി നിന്നിടിനാൻ, പിന്നെയും നിന്നു വിചാരിച്ചൂടൻ, ഇങ്ങനെ അല്ലായെങ്കിൽ എന്നോടെ ശാസ്ത്രം ഞാൻ എന്നുമേ തീണ്ടുന്നോ നല്ല മേലിൽ. ആദ്യം പറഞ്ഞ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ ആ ജ്യോത്സ്യൻ പറയുകയാണ്, അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ, അതായത് പെൺകുട്ടി അല്ല എങ്കിൽ പിന്നീട് ഞാൻ ഈ ശാസ്ത്രത്തെ ഞാൻ പ്രയോഗിക്കുകയേയില്ല. അതായത് പിന്നീട് ഞാൻ ജ്യോത്സ്യൻ എന്ന നിലയിൽ ഒരു കാര്യവും ചെയ്യുന്നതല്ല. വായ്പൊരുൾ കൊണ്ടവർ നേരിട്ട നേരത്തു വായ്പോടു ചൊല്ലിനാൻ നിന്നോരന്യൻ, ചെമ്പല്ല വാങ്കിതൻ നൽപിള്ളയായതോ പെൺപിള്ള എന്നതും ചേരുമല്ലോ, മാൺപാർന്ന കാന്തിതൻ കാമ്പായി നിന്നുള്ളോരാൺ പൈതൽ എന്നതും ചേരുമത്രേ. ഇത്ര ഉറപ്പോടെ ആദ്യത്തെ ജ്യോത്സ്യൻ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ജ്യോത്സ്യൻ പറഞ്ഞു, ഇത് രണ്ടും വേണമെങ്കിൽ ചേരാവുന്നതാണ്. പെൺകുട്ടിയാകും എന്നതും ചേരും, ആൺകുട്ടി എന്നതും ചേരുന്നതാണ്. ഇങ്ങനെയുള്ളൊരു സംഗതി ചേരായനങ്ങനെ നന്ദി ഞാൻ മൗനമാണ്ടു, എന്നൂടെ ചിന്തിതമാരുമേ കാണൊല്ല എന്നുണ്ടു ദൈവത്തിനെന്നതത്രേ. പ്രാശ്നികന്മാരായ ഞങ്ങളിന്നെല്ലാരും പ്രാകൃതരായി ചമഞ്ഞുതെന്നാൽ, വന്നതോ കണ്ടിട്ടു നിർണയിച്ചിടു നാം എന്നതേ ഓർച്ചയിൽ ചേർച്ചയുള്ളൂ. എന്നാൽ പിന്നീട് ശരിക്കും ഒന്ന് നോക്കിയപ്പോൾ ദൈവഹിതം മറഞ്ഞു കിടക്കുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. അതാണ് ചില സമയത്ത് ദൈവം തൻ്റെ ഇംഗിതം മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും പ്രാശ്നികന്മാരായ ഞങ്ങൾ ഇന്ന് പ്രാകൃതരായി ചമഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും അറിയാത്തതുപോലെ ആയിരിക്കുന്നു. എന്തായാലും വന്നത് കണ്ടിട്ട്, ആരാണ് ജനിക്കാൻ പോകുന്നത് എന്ന് കണ്ടിട്ട് നമുക്ക് നിശ്ചയിക്കാനൊന്നുമില്ല, എന്നായാലും വന്നത് കണ്ടിട്ട് നമ്മൾ നിർണയിക്കാം എന്നാണ് പറയുന്നത്. നന്ദനോടിങ്ങനെ ചൊന്നവരെല്ലാം താൻ മന്ദിരം നോക്കി നടന്നാർ. പിന്നെ നന്മയെ നൽകണം ദൈവമേ എന്നങ്ങോ നന്ദനും പ്രാർത്ഥിച്ചു നിന്ന കാലം. ഇങ്ങനെ നന്ദഗോപരോട് പ്രത്യേകിച്ചൊരു തീരുമാനവും പറയാൻ സാധിക്കാത്ത ആ ജ്യോത്സ്യന്മാർ പോയപ്പോൾ, എന്തായാലും സാരമില്ല ഭഗവാനെ, നന്മയെ തരയണം എന്ന് മാത്രം പ്രാർത്ഥിച്ച് നന്ദൻ അങ്ങനെ പ്രാർത്ഥനയോടെ മാസങ്ങൾ കഴിച്ചുകൂട്ടി. മാസങ്ങൾ പോന്നു തികഞ്ഞു തന്മാനിനി കാസന്നമായി വന്നു സൂതികാലം.
പാതിരാ നേരത്തു പാരാതെ പെറ്റാള പാധോജലോചന പൈതൽ തന്നെ സൂതി കൊണ്ടുണ്ടായ മോഹത്തെ പൂണ്ടവൾ കാതരയായി നൂറുങ്ങും നേരം. ഇങ്ങനെ മാസങ്ങൾ കടന്നുപോയി. യശോദയുടെ പ്രസവകാലം വന്നു. പാതിരാ നേരത്താണ് ആ പരാശക്തിയെ യശോദ പ്രസവിച്ചത്. എന്നാൽ ആ പ്രസവം കൊണ്ടുണ്ടായ ക്ഷീണം കൊണ്ട് അവൾ കാതരയായി ഉറങ്ങുന്നേരം, അങ്ങനെ നുറുങ്ങുന്നേരം എന്നാൽ അവിടെ വേദനയുണ്ട്, ഒപ്പം നല്ല ക്ഷീണം, അങ്ങനെ അവൾ ഉറങ്ങിപ്പോയി. ചാരിക്കിടന്നങ്ങുണർന്നൊരു നേരത്തു ചാരത്തു നോക്കിനാൾ മന്ദമപ്പോൾ കോമളനായ കുമാരനെ കാണായി കാർമുകിൽ കാമിക്കും കാന്തിയുമായി. ഇങ്ങനെ ആ ഉറക്കം ക്ഷീണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചാരിയിരുന്ന് തൻ്റെ കുഞ്ഞിനെ, അവിടെ തൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് ഉണർന്നു നോക്കിയപ്പോൾ കോമളനായ കുമാരനെ കാണായി വന്നു. ആ കുമാരനാകട്ടെ കാർമുകിൽ പോലും ആഗ്രഹിക്കുന്ന, കാർമുകിൽ കാമിക്കും കാന്തിയുമായി. ആണെന്നു നിർണയിച്ചാനന്ദം പൂണുന്നോരേണവിലോചനമാരെന്നപ്പോൾ നന്ദനു നല്ലൊരു കാഴ്ചയായി നൽകിനാർ നന്ദനുണ്ടായതെന്നിങ്ങനെ. അങ്ങനെ നമ്മൾ മുൻപ് കണ്ടിരുന്നു, എല്ലാവരും ഉറങ്ങിപ്പോയിരുന്നു. പിന്നീട് ഈ കൈമാറ്റം നടന്നതിന് ശേഷമാണ് പിറന്നത് ആൺകുട്ടിയാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ആൺകുട്ടിയാണ് എന്ന് നിർണയിച്ച് ആനന്ദം പൂണ്ട ആ വിലോചനമാർ എന്നാൽ സുന്ദരിമാർ, ആ ഗോപികമാർ നന്ദന് നല്ലൊരു കാഴ്ചയായിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, ആൺകുഞ്ഞാണ്. ചിന്തയെ പൂണ്ടൊരു നന്ദൻ താനന്നപ്പോൾ അന്തമില്ലാതൊരു സന്തോഷത്താൽ ചേലകൾ നല്ലവ നൽകി നിന്നിടിനാൻ ബാലക ജന്മത്തെ ചൊന്നോർക്കെല്ലാം. തൻ്റെ അടുത്തു വന്ന് ആൺകുഞ്ഞാണ് എന്ന് പറഞ്ഞ് അത്രയധികം സന്തോഷത്തെ തന്ന അവർക്ക്, ആ സുന്ദരിമാർക്ക് നല്ല വസ്ത്രത്തെ നൽകി നന്ദഗോപർ. പിന്നെയും പിന്നെയും ചൊല്ലുവീനെന്നോട് നന്ദനൻ എന്നുള്ള നാമമിന്നും അഞ്ചാതെ ചെഞ്ചമ്മേ പിന്നെയും പിന്നെയും എൻ ചെവി രണ്ടും കൂടുർക്കും വണ്ണം. ആദ്യം കുഞ്ഞ് ആരാണെന്ന്, ആൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും നന്ദഗോപർക്ക് ആ വാർത്ത ഇനിയും ഇനിയും കേൾക്കണം. ആ സന്തോഷാധിക്യം കൊണ്ട് നന്ദഗോപർ പിന്നെയും പിന്നെയും കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് കാണുന്നവരോടൊക്കെ ചോദിക്കുകയാണ്, യശോദ പ്രസവിച്ചു, കുട്ടി എന്താണ്, ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ആൺകുഞ്ഞാണ്. അപ്പം ഇതിങ്ങനെ കേട്ട് കേട്ട് ചെവി കുളിർക്കുകയാണ്. ഇങ്ങനെ ചൊല്ലിട്ട് പിന്നെയും ചൊന്നോർക്ക് മങ്ങാതെ ചേലകൾ നൽകി നിന്നാൻ പാരാതെ ചെന്നങ്ങു പൈതലെ കണ്ടിട്ടു നീരാടി പോന്നിങ്ങു വന്നു. പിന്നെ അങ്ങനെ വീണ്ടും വന്ന് പറഞ്ഞവർക്കൊക്കെ വീണ്ടും ചേല കൊടുത്തു. അതിനുശേഷം ആ പൈതലെ കണ്ട് നന്നായി കുളിച്ചിട്ട് തിരിച്ചു വന്നു. ആരണർ ചൊല്ലാലെ ജാതകർമ്മത്തെയും ആചരിച്ചിടിനാനാദരവിൽ ദാനങ്ങൾ കൊണ്ടവൻ വാനവർ ശാഖിക്ക് നാണത്തെ പൂകിച്ചാൻ മാനസത്തിൽ. ഇങ്ങനെ സന്തോഷം കൊണ്ട് ഉന്മത്തചിത്തനായിട്ടുള്ള ആ നന്ദഗോപർ പിന്നീട് ബ്രാഹ്മണരുടെ ചൊല്ലാലെ, ബ്രാഹ്മണരെ കൊണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്, ആ കർമ്മത്തെയൊക്കെ ചെയ്തു. അവർക്ക് ദാനങ്ങൾ കൊടുത്തു. അങ്ങനെ വേണ്ടതിലും അധികം ദാനം കൊടുത്തപ്പോൾ വാനവർ ശാഖയ്ക്ക് എന്നാൽ കൽപ്പവൃക്ഷത്തിന് നാണത്തെ ഉണ്ടാക്കി എന്നാണ്. അത്രയധികം ദാനം കൊടുത്തു നന്ദഗോപർ.
നന്ദനു നല്ലൊരു നന്ദനനുണ്ടായതെന്നൊരു വാർത്ത പരന്നു തെങ്ങും. വേർപ്പാകി നിന്നൊരു വേക്ഷയെ പൂണ്ടുള്ള ഗോപാലന്മാരെല്ലാം വന്നു. പിന്നെ ബാലകനുണ്ടായ മോദത്തെ പൂണ്ടിട്ടു ചാലക്കളിച്ചു പൂളച്ചു നിന്നാർ. കുഞ്ഞുണ്ടായ സന്തോഷ വാർത്തയറിഞ്ഞ് അവിടെ വന്ന ഗോപാലന്മാരെല്ലാം അത്രയും സന്തോഷത്തോടെ കുഞ്ഞിനെ കണ്ട് അങ്ങനെ മോദത്തെ പൂണ്ടിട്ട് ചാലക്കുളിച്ചു പുളച്ചു നിന്നാർ. അത്രയധികം സന്തോഷമാണ്. ആ സന്തോഷത്തിൽ നീരാടി എന്നാണ് പറയുന്നത്. ആച്ചിമാരെല്ലാരും കാഴ്ചയുമായിട്ടു പാച്ചിൽ തുടങ്ങിനാർ പരമപ്പോൾ. ബാലകൻ തന്നൂടെ ആനനം കണ്ടിട്ടു ചാലമുകർന്നു പുണർന്നു നിന്നാൻ. ആച്ചിമാർ എന്നാൽ അവിടുത്തെ ഗോപസ്ത്രീകൾ. അവരെല്ലാം കാഴ്ചയും എടുത്തിട്ടാണ് കുഞ്ഞിനെ കാണാൻ ചെന്നത്. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ സുന്ദരമായ മുഖം കണ്ട് എടുത്ത് ഓമനിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്തു. സന്തോഷം പൂണ്ടു തഴച്ചു നിന്നിടിനാർ ബന്ധുക്കളായുള്ള ലോകരെല്ലാം. ഗോഷ്ഠികൾ കോലുന്ന ഗോപന്മാർ ചുഴറ്റു വാട്ടമകന്നുള്ള ഗോഷ്ഠം തന്നിൽ. വത്സലനായൊരു വത്സനുണ്ടാകയാൽ ഉത്സവം കൊണ്ടു നിറഞ്ഞു തെങ്ങും. നന്ദഗോപരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ഗോപന്മാരൊക്കെ അത്രയും സന്തോഷത്തോടെ തങ്ങളുടെ ആ ഗോഷ്ഠം എന്നാൽ തങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്ത് അത്രയും സന്തോഷത്തോടെ ഒരു ഉത്സവം പോലെ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്ത അറിയിക്കുകയും മധുരം വിളമ്പുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നു തുടങ്ങി വീളങ്ങുമന്നന്തൻ്റെ സുന്ദരമായുള്ള മന്ദിരത്തിൽ ചെന്നു തുടങ്ങിനാൾ ചെന്താരിൽ മങ്കയും ചെമ്മു വരുന്ന നാളെന്നു ന്യായം. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ദേവിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ന് ഭഗവാൻ നന്ദന്റെ ഗൃഹത്തിൽ ജനിച്ചുവോ അന്ന് തുടങ്ങി സുന്ദരമായുള്ള മന്ദിരത്തിൽ ആ ചെന്താരിൽ മങ്ക ലക്ഷ്മി ദേവിയും അവിടെ വാസമുറപ്പിച്ചു. അങ്ങനെ യത്നങ്ങൾ കൂടാതെ ഗേഹങ്ങളെല്ലാമേ രത്നങ്ങൾ കൊണ്ടു നിറഞ്ഞു കൂടി. ഗോക്കൾ തൻ തിന്മയെ പാർക്കുന്നതാകിലോ വാക്കുകൊണ്ടേതും വാചിച്ചുകൂടാ. എങ്ങനെയെന്നറിയില്ല, ഒരുപാട് രത്നങ്ങൾ ഉണ്ടാവുന്നു, ഈ പശുക്കളൊക്കെ വർദ്ധിച്ചു വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഐശ്വര്യ സമൃദ്ധമായി ആ ഗോകുലം. കന്നും കീടാക്കളുമന്നു തുടങ്ങിയ മന്ദിരം തന്നിൽ നിറഞ്ഞൊഴിഞ്ഞു. മാന്യങ്ങളായിട്ടു മറ്റുള്ളതെല്ലാമേ ധാന്യത്തിൻ പുരവും ഔവണ്ണമേ. ഇങ്ങനെ രത്നങ്ങളും ഗോക്കളും മാത്രമല്ല ധാന്യവും നിറയുകയാണ്. അങ്ങനെ ഗോകുലം മുഴുവൻ ഒരു ഉത്സവ ലഹരിയിലായിത്തീർന്നു. ഇങ്ങനെ എല്ലാരും പൊങ്ങി നിന്നിടുന്ന മംഗല്യമാണ്ടു വസിക്കും കാലം കൽപ്പിച്ചു നിന്ന കരത്തയാ കംസനായൊപ്പിച്ചു പോരേണമെന്നു നന്ദി. യാതനായി മേവിനാനായന്മാർക്കെല്ലാമേ നാഥനായി നിന്നൊരു നന്ദനപ്പോൾ. നന്ദഗോപർ അവിടുത്തെ ആ ഗ്രാമമുഖ്യനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാമമുഖ്യന്മാരെല്ലാം രാജാവായ കംസന് കപ്പത്തെ കൊടുക്കണം, നികുതി കൊടുക്കണം. ഇങ്ങനെ നികുതി കൊടുക്കാൻ എല്ലാ മാസവും ഈ രാജ്യത്തിലേക്ക് മധുര കൊട്ടാരത്തിലേക്ക് പോകണം. അങ്ങനെ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് നന്ദഗോപർ.
പാരാതെ ചെന്നു കരത്തയും നൽകിട്ടു പോരുവാനിങ്ങു തുടങ്ങും നേരം ആനകദുന്ദുഭി തനതറിഞ്ഞിട്ടു മാനിച്ചു ചെന്നവൻ ചരത്തപ്പോൾ. ഈ വസുദേവരും നന്ദഗോപരും സുഹൃത്തുക്കളാണ്. അങ്ങനെ കരം കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദഗോപർ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ വസുദേവർ നേരെ നന്ദഗോപരെ കാണാൻ ചെന്നു. ഇപ്പോൾ ചെല്ലുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നന്ദഗോപർക്കറിയില്ലെങ്കിലും വസുദേവർക്ക് ഉള്ളിൽ തൻ്റെ മകനെയാണ് നന്ദഗോപർ ഇനി വളർത്താൻ പോകുന്നത് എന്നറിയാം. അങ്ങനെ ആ ഒരു വിശേഷം അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് വസുദേവർ ചെല്ലുന്നത്. പ്രേമത്തെ തൂകുന്ന തൂമൊഴി കൊണ്ടുടൻ വാർമെത്തുമാറു പറഞ്ഞു നിന്നാൻ. നന്ദനും ചൊല്ലിനാൻ എന്നതു കേട്ടവൻ വന്നതു കൊണ്ടുള്ള സന്തോഷത്താൽ. അങ്ങനെ നന്ദഗോപരെ കണ്ടപ്പോൾ നന്ദഗോപരും തനിക്കൊരു മകനുണ്ടായ വിശേഷം വളരെ സന്തോഷത്തോടെ വസുദേവരെ അറിയിച്ചു. അങ്ങനെ അത് നന്ദഗോപർ തന്നെ പറഞ്ഞു കേട്ടപ്പോൾ വസുദേവർക്കും പറയാനൊരു വിശേഷമായി. അങ്ങോട്ട് വളരെ ധൈര്യപൂർവ്വം ചോദിക്കാം. അല്ലാതെ വെറുതെ മകന് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചെങ്കിലോ, അങ്ങനെ നമുക്ക് തോന്നുമല്ലോ. നമുക്ക് മാത്രം അറിയാവുന്ന കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെയാണ് പറയുക. അപ്പോൾ ഇവിടെ നന്ദഗോപർ തന്നെ ഇങ്ങോട്ട് എനിക്കൊരു മകനുണ്ടായി എന്ന സന്തോഷ വർത്തമാനം അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ വസുദേവർക്കും പിന്നെ ആ വിശേഷവുമായി ബന്ധപ്പെടുത്തി തൻ്റെ മകൻ്റെ വിശേഷങ്ങൾ ചോദിക്കാമല്ലോ എന്ന് ഉള്ളിൽ സന്തോഷിച്ചു. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ.